ഞാൻ ഒരു പഴയ തെക്കൻ തിരുവിതാംകൂറുകാരിയാണ്. തെക്കൻ തിരുവിതാംകൂറിലും തിരുവട്ടാറ്റുകാരി. തിരുവട്ടാർ എന്ന സ്ഥലം, ആ സ്ഥലത്ത് കന്യാകുമാരി തൊട്ടടുത്തുണ്ട്. ഇന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തമിഴ്നാടായിപ്പോയി. അന്ന് അതല്ലായിരുന്നു, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആയിരുന്നു. അപ്പോൾ ഈ തിരുവട്ടാർ എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. ഈ തിരുവട്ടാർ എന്നുള്ളതിന് കാര്യം ആ ചെറിയ ഗ്രാമം ആ നദിയെ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. വട്ടത്തിൽ തിരുവട്ടാർ 2-3 നദികളുണ്ട്. നദികളുടെ ഇപ്പോൾ എന്താ പറഞ്ഞ കോതയാറ്, താമ്രവർണ്ണി, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പരളിയാറ്, വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. ആ നദികളെല്ലാം കൂടെ ചേർന്ന് ഇതിനെ വളഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ടാണ് വട്ടാർ എന്നുള്ള തിരുവട്ടാർ, ബഹുമാനം എന്ന്. ആ തിരുവട്ടാറ്റ് അധിപനായിരുന്നു, ക്ഷേത്രാധിപനായിരുന്നു പിന്നെ കേശിമഥനനായ മഹാവിഷ്ണു, ആദികേശവൻ. ആദികേശവൻ പത്മനാഭപുരത്തെ തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാട്ടിലും വലുതും പുരാതനവുമായ ക്ഷേത്രമാണ് ഈ ആദികേശവ ക്ഷേത്രം. അതാണ് ആദികേശവൻ എന്ന് പറയുന്നത്. അവിടുത്തെ കേശിമഥനനാണ്. കേശി എന്ന രാക്ഷസനെ കൊന്നിട്ട് അവിടെ നിദ്ര കൊള്ളുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ അതേ പോസ്ചർ തന്നെ. അതെ, അതേ പോസ്ചർ, അതിലും വലുത്. അവിടെ 38 മറ്റോ ആണെങ്കിൽ ഇത് 45, അങ്ങനെ എത്ര അടി നീളമുണ്ട്. 3 പിന്നെ ഗേറ്റാണ്, വാതിലാണ്. ആദ്യം തല, പിന്നെ ഉടൽ, പിന്നെ പാദം, അങ്ങനെ 3 വെച്ചിരിക്കുക. ഈ ഒരു ഒറ്റക്കല്ല് മണ്ഡപമുണ്ട്. ഈ ഒറ്റക്കല്ല് മണ്ഡപം പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കല്ലിനെക്കാട്ടിലും വലുതാണ്. തിരുവായുമൊഴിയിലും 12 വൈഷ്ണവ ക്ഷേത്രത്തിൽ ഒന്ന് ഈ ആദികേശവനാണ്. അത്ര വലിയ പ്രസിദ്ധമായിട്ടുള്ള അതിന് അരുൾ പെരുവാർ അടിയാത്തം അടിയനെ കഴിയാൻ അരുൾ പെരുവാർ അത് നമതി വിധി വകയെ ഇരുൾമാഞ്ഞാലത്തുൾ ഇനി പിറവി ഞാൻ വേണ്ടേൻ മരുളൊഴി നീ മടനെഞ്ച വാട്ടാറ്റാൻ അടിവണങ്കി വാട്ടാറ്റാൻ അടിവണങ്കി. തിരുവട്ടാറ്റിനെ പറ്റിയിട്ടാണ് ഒരുപാട് പ്രബന്ധങ്ങളുണ്ട്.